ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 24. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ തന്നെ ആ സ്ത്രീകൾ ഒരുക്കിവെച്ച സുഗന്ധവസ്തുക്കളും എടുത്ത് കല്ലറയിലെത്തി. കല്ലറയിൽ നിന്നും കല്ല് ഉരുട്ടിക്കളഞ്ഞതായി അപ്പോൾ അവർ കണ്ടു. അകത്ത് പ്രവേശിച്ചപ്പോൾ അവർ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ അമ്പരന്ന് നിൽക്കുമ്പോൾ ഇതാ, മിന്നിത്തിളങ്ങുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ പെട്ടെന്ന് അവരുടെ അരികെ വന്നു നിന്നു. അവർ ഭയപ്പെട്ടു നിലത്തേക്ക് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ ആ പുരുഷന്മാർ അവരോട്, ജീവിച്ചിരിക്കുന്നയാളെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനാണ്? അവിടുന്ന് ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യപുത്രൻ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് മുമ്പ് ഗലീലയിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് നിങ്ങളോട് പറഞ്ഞത് ഓർക്കുക എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ അവർ ഓർത്തു. അവർ കല്ലറയിൽ നിന്ന് മടങ്ങി ഈ കാര്യങ്ങളെല്ലാം 11 ശിഷ്യരോടും ശേഷം എല്ലാവരോടും അറിയിച്ചു. മഗ്ദലക്കാരി മറിയ, യോഹന്ന, യാക്കോബിൻ്റെ അമ്മ മറിയ എന്നിവരും അവരോട് കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകളും ഈ കാര്യങ്ങൾ അപ്പോസ്തലന്മാരോട് പറഞ്ഞു. പക്ഷേ ഈ വാക്കുകൾ അവർക്ക് കെട്ടുകഥ പോലെയാണ് തോന്നിയത്. സ്ത്രീകൾ പറഞ്ഞത് അവർ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടി കുനിഞ്ഞു നോക്കിയപ്പോൾ ശീലകൾ മാത്രമേ കണ്ടുള്ളൂ. എന്തായിരിക്കാം സംഭവിച്ചത് എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് പോയി. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്നും ഏകദേശം 7 മൈൽ വഴിദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. സംഭവിച്ച ഈ കാര്യങ്ങളെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും പോകുമ്പോൾ യേശുവും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടക്കാൻ തുടങ്ങി. എന്നാൽ യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കാഴ്ച മറച്ചിരുന്നു. നടക്കുന്നതിനിടയിൽ, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഇത്ര ഗാഢമായി ചർച്ച ചെയ്യുന്നത് എന്ന് യേശു അവരോട് ചോദിച്ചു. അപ്പോൾ അവർ വിഷാദ മുഖത്തോടുകൂടെ നിന്നു. അവരിൽ ക്ലയോപ്പാവ് എന്നു പേരുള്ളയാൾ യെരുശലേം സന്ദർശിച്ചവരിൽ അങ്ങ് മാത്രമാണല്ലോ ഈ ദിവസങ്ങളിൽ അവിടെ നടന്ന കാര്യങ്ങൾ അറിയാത്തത് എന്ന് മറുപടി പറഞ്ഞു. ഏത് കാര്യങ്ങൾ എന്ന് അവരോട് ചോദിച്ചപ്പോൾ ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെക്കുറിച്ചുള്ളത് തന്നെ എന്ന് അവർ പറഞ്ഞു. ഞങ്ങളുടെ മുഖ്യ പുരോഹിതന്മാരും പ്രമാണികളും അദ്ദേഹത്തിന് മരണശിക്ഷ വിധിച്ച് ക്രൂശിച്ചു. എന്നാലോ അദ്ദേഹമാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ പ്രത്യാശിച്ചിരുന്നു. മാത്രമല്ല, അത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയിൽ പോയിരുന്നു. അവർ അവിടെ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാർ പറഞ്ഞതായി ഒരു ദർശനവും കണ്ട് എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ അമ്പരിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലെ ചിലർ കല്ലറയിൽ പോയി സ്ത്രീകൾ പറഞ്ഞതു തന്നെ കണ്ടെത്തി. അവരും അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ യേശു അവരോട്, വിവേകഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത ഹൃദയം മന്ദതയുള്ളവരെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിച്ച് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടത് ആവശ്യമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് മോശയിൽ നിന്നും ആരംഭിച്ച് സകല പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവിടുന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർക്ക് എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോട് സമീപിച്ചപ്പോൾ യേശു മുമ്പോട്ട് പോകുന്നതായി ഭാവിച്ചു. എന്നാൽ അവർ ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം സന്ധ്യയായി, പകൽ അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെ യേശു അവരോടുകൂടെ താമസിക്കാൻ ചെന്നു. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവിടുന്ന് അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. അനന്തരം അവിടുന്ന് അവരുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. വഴിയിൽ വെച്ച് അവിടുന്ന് നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ വിശദീകരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തുകയായിരുന്നല്ലോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. 11 ശിഷ്യരും കൂടെയുള്ളവരും ഒന്നിച്ചിരിക്കുന്നത് അവർ കണ്ടു. കർത്താവ് നിശ്ചയമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവിടുന്ന് ശീമോന് പ്രത്യക്ഷനായി എന്ന് അവർ പറയുകയായിരുന്നു. അപ്പോൾ ഇവർ തങ്ങൾക്ക് വഴിയിൽ സംഭവിച്ചതും അവിടുന്ന് അപ്പം നുറുക്കുമ്പോൾ തങ്ങൾ തിരിച്ചറിഞ്ഞതും അവരോട് വിവരിച്ചു പറഞ്ഞു. അവർ ഇത് സംസാരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട്
നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പക്ഷേ അവർ പേടിച്ച് വിറച്ചു. തങ്ങൾ ഒരാത്മാവിനെയാണ് കാണുന്നത് എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു അവരോട്, നിങ്ങൾ എന്തിന് ഇങ്ങനെ അസ്വസ്ഥമാകുന്നു? എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയമുയരുന്നു? എൻ്റെ കൈകളും കാലും നോക്കുക, ഇത് ഞാൻ തന്നെയാണ്. എന്നെ തൊട്ടു നോക്കുക, എനിക്കുള്ളതുപോലെ ആത്മാവിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവിടുന്ന് തൻ്റെ കൈകളും കാലുകളും അവർക്ക് കാണിച്ചു കൊടുത്തു. സന്തോഷത്താലും അതിശയത്താലും അവർക്ക് അപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ യേശു അവരോട്, ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഭക്ഷിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കഷ്ണം വറുത്ത മീൻ യേശുവിന് നൽകി. അവിടുന്ന് അത് വാങ്ങി അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. പിന്നെ അവരോട്, നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വചനങ്ങൾ ഇതാണ്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകണം എന്നത് തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് തിരുവെഴുത്തുകളെ മനസ്സിലാക്കേണ്ടതിന് അവിടുന്ന് അവരുടെ മനസ്സുകളെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിച്ച് 3-ാം നാൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണമെന്നും തൻ്റെ നാമത്തിൽ പാപക്ഷമയ്ക്കുള്ള മാനസാന്തരത്തെപ്പറ്റി യെരൂശലേമിൽ നിന്നും ആരംഭിച്ച് സകല ജനതകളോടും പ്രഘോഷിക്കണമെന്നും എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. എന്നാൽ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ താമസിക്കുക എന്നും അവരോട് പറഞ്ഞു. അതിനുശേഷം യേശു അവരെ ബെഥാന്യ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവർ യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചതിന് ശേഷം മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ ദേവാലയത്തിലിരുന്ന് നിരന്തരം ദൈവത്തെ സ്തുതിച്ചു പോന്നു.